ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മകൻ യയിറിനെ ടാർഗറ്റ് ചെയ്ത ശേഷം ഇറാനിയൻ ഏജന്റുമാർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മകനെയാണ്. ബാരൻ ട്രംപിനെ എവിടെ വെച്ച് കൊല്ലാം എന്നുള്ള വധഭീഷണി പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ മാധ്യമം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത് സീക്രട്ട് സർവീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും ഇളയ മകൻ ബാരൻ ട്രംപിന് ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള വീഡിയോ ഇറാൻ ഔദ്യോഗിക മാധ്യമം സംപ്രേഷണം ചെയ്തതായി US രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള സീക്രട്ട് സർവീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷാ പരിധിയിലുള്ള വ്യക്തികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതു ചെറുഭീഷണിയെയും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സീക്രട്ട് സർവീസ് വക്താവ് നൈറ്റ് ഹൈറിംഗ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുള്ള ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള IRIB കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏതാണ്ട് മൂന്ന് മിനിറ്റോളം ഈ വീഡിയോ നീളുന്നുണ്ട്. ഈ ബാരൻ ട്രംപിനെ എവിടെ വെച്ച് കൊല്ലാമെന്ന ഇംഗ്ലീഷ് തലക്കെട്ടോടെയാണ് ഈ വീഡിയോ ആരംഭിക്കുന്നത്. ന്യൂയോർക്കിന്റെ ട്രംപ് ടവർ ഉൾപ്പെടെ ബാരൻ ട്രംപ് പൊതുവായി സമയം ചെലവഴിക്കാനുള്ള പ്രധാന സ്ഥലങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് തങ്ങൾ പ്രഖ്യാപിച്ച $10 മില്യൺ ഏകദേശം 83 കോടി രൂപ സമ്മാനത്തുക കൈപ്പറ്റാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പശ്ചാത്തലത്തിൽ ഒരാൾ പറയുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചതിന്റെ ആദ്യ ദിനം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ട്രംപിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ മാധ്യമങ്ങൾ നിരന്തരമായി ഇത്തരം വധഭീഷണി വീഡിയോകൾ പുറത്തുവിടുന്നുണ്ട്. ജൂലൈയിൽ നടന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയിൽ ട്രംപിനെ വധിക്കുക എന്ന പോസ്റ്ററുകളേന്തി അണികൾ രംഗത്തെത്തിയതും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്.